ഗണേഷ് കുമാറിനെ ചുറ്റിപ്പറ്റി ഇപ്പോൾ ഉയർന്ന വിവാദം കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. ആദ്യം ഇത് ഒരു കുടുംബ തർക്കമായി തുടങ്ങിയതായിരുന്നു. എന്നാൽ പിന്നീട് പുറത്തു വന്ന ചില ആരോപണങ്ങളും സംഭാഷണങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ചേർന്ന് സംഭവം വലിയ രാഷ്ട്രീയ വിവാദത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. സംഭവത്തിന്റെ തുടക്കം മന്ത്രിയുടെ ഭാര്യയായ ബിന്ദു മേനോൻ ഉന്നയിച്ച ആരോപണങ്ങളിലാണ്. ഒരു ദിവസം വീട്ടിലേക്ക് എത്തിയപ്പോൾ ഭർത്താവായ ഗണേഷ് കുമാറിനെ മറ്റൊരു സ്ത്രീയുമായി സ്വകാര്യ സാഹചര്യത്തിൽ കണ്ടുവെന്നാണ് അവർ പറയുന്നത്. ഇതിനെ തുടർന്ന് ഇരുവരും തമ്മിൽ വാക്കേറ്റം ഉണ്ടായി. ആ സമയത്ത് മന്ത്രിയുടെ അടുത്തുണ്ടായിരുന്ന സഹായികളും സുരക്ഷാ ജീവനക്കാരും തന്നെ തടഞ്ഞുവെന്നും ഫോൺ ഉപയോഗിക്കാൻ പോലും അനുവദിച്ചില്ലെന്നും ബിന്ദു മേനോൻ ആരോപിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നതായി പറയുന്ന ചില സംഭാഷണങ്ങളാണ് പിന്നീട് വിവാദം കൂടുതൽ ശക്തമാക്കിയത്. ആ സംഭാഷണങ്ങളിൽ വീട്ടിലുണ്ടായിരുന്ന യുവതിയെക്കുറിച്ചും സംഭവത്തെ പുറത്തു പോകാതിരിക്കാൻ ശ്രമിച്ചതായും ആരോപണങ്ങൾ ഉയർന്നതായി ചില മാധ്യമങ്ങളും രാഷ്ട്രീയ പ്രവർത്തകരും പറയുന്നുണ്ട്. ചില ഓഡിയോ സംഭാഷണങ്ങളിൽ ഈ വിഷയം പുറത്തു പോകരുത്, ഇത് വലിയ പ്രശ്നമാകും, ഇവിടെ നിന്ന് മാറ്റണം എന്ന തരത്തിലുള്ള വാചകങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. ഇതാണ് പിന്നീട് സംഭവത്തെ കൂടുതൽ സംശയാസ്പദമാക്കിയത്. ഇതോടൊപ്പം തന്നെ ഉയർന്ന ഏറ്റവും ഗുരുതരമായ ആരോപണം പോസ്കോ നിയമവുമായി ബന്ധപ്പെട്ടതാണ്. സംഭവ സമയത്ത് വീട്ടിലുണ്ടായിരുന്ന പെൺകുട്ടി പ്രായപൂർത്തിയാകാത്തവളായിരിക്കണമെന്ന് സംശയം ഉയർന്നതോടെ വിഷയത്തിന് കൂടുതൽ ഗൗരവം ലഭിച്ചു. അങ്ങനെ ആയിരുന്നാൽ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യേണ്ടതായിരുന്നു എന്നാണ് വിമർശകർ പറയുന്നത്. എന്നാൽ ഉടൻ കേസ് എടുത്തില്ലെന്ന ആരോപണം പ്രതിപക്ഷം ശക്തമായി ഉന്നയിച്ചു. ഈ വിവാദത്തിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ പേരും ചില ആരോപണങ്ങളിലൂടെ ചർച്ചയിലേക്ക് വന്നു. സംഭവത്തെക്കുറിച്ച് സഹായം തേടി അവരെ ബന്ധപ്പെട്ടുവെന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് പുറത്തുവരുന്നത്. ഇതോടെ പ്രതിപക്ഷം പറയുന്നത് അധികാര സ്വാധീനം ഉപയോഗിച്ച് വിഷയം അടിച്ചമർത്താൻ ശ്രമിച്ചോ എന്ന സംശയമാണ്. ഇതിനൊപ്പം മറ്റൊരു വിവാദം കൂടി സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ വേദികളിലും ഉയർന്നു. ശ്രീലേഖ ബന്ധം സംഭവവുമായി ബന്ധപ്പെട്ടിരുന്ന യുവതിയെ പിന്നീട് ശ്രീലേഖയിലേക്ക് അയച്ചുവെന്നോ അവിടത്തേക്ക് മാറ്റിയെന്നോ ഉള്ള ആരോപണങ്ങളാണ് ചിലർ ഉന്നയിച്ചത്. എന്നാൽ ഈ ആരോപണങ്ങൾക്ക് ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇതേ സമയത്ത് മുമ്പ് തന്നെ വിവാദമായിരുന്ന വീണ വിജയന്റെ സാമ്പത്തിക ഇടപാട് കേസും വീണ്ടും ചർച്ചയിലായി. അവരുടെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസെയും CMRL എന്ന കമ്പനിക്കും ഇടയിൽ നടന്നതായി പറയുന്ന സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള ആരോപണങ്ങൾ ഇതിനു മുമ്പേ തന്നെ രാഷ്ട്രീയ വിവാദമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ വിഷയവും പഴയ ആരോപണങ്ങളും ചേർത്ത് പ്രതിപക്ഷം ശക്തമായ രാഷ്ട്രീയ വിമർശനം ഉയർത്തുകയാണ്. അതേസമയം മന്ത്രിയായ KB ഗണേഷ് കുമാറെയും ഭരണകക്ഷിയും ഈ ആരോപണങ്ങളെ നിഷേധിക്കുകയാണ്. ഇതൊരു വ്യക്തിപരമായ കുടുംബ പ്രശ്നമാണെന്നും രാഷ്ട്രീയമായ വിവാദമാക്കാനുള്ള ശ്രമമാണെന്നും അവർ പറയുന്നു. ശ്രീലേഖ ബന്ധം ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ തെളിവില്ലാത്ത പ്രചാരണങ്ങളാണെന്നും ഭരണകക്ഷി വ്യക്തമാക്കുന്നു. ഇതിനാൽ ഇപ്പോൾ ഈ വിഷയം കേരളത്തിൽ കുടുംബ തർക്കം, നിയമപരമായ സംശയങ്ങൾ, രാഷ്ട്രീയ ആരോപണങ്ങൾ എന്ന 3 തലങ്ങളിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. അതിനാൽ തന്നെ ഈ വിഷയത്തിൽ സത്യാവസ്ഥ എന്താണെന്ന് കണ്ടെത്താൻ സമഗ്രമായ അന്വേഷണം വേണമെന്ന ആവശ്യവും വിവിധ രാഷ്ട്രീയ വേദികളിൽ നിന്ന് ഉയരുന്നുണ്ട്.